ഭൂമിയിൽ നമുക്കിടയിൽ അന്യഗ്രഹജീവികളുടെ സാന്നിധ്യമുണ്ടെന്ന അവകാശവാദവുമായി ശാസ്ത്രജ്ഞൻ. നൊബേൽ സമ്മാന പുരസ്കാര നോമിനിയും പ്രശസ്ത ഇമ്മ്യൂണോളജിസ്റ്റും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഗാരി നോളനാണ് ഈ വാദവുമായി രംഗത്തെത്തിയത്. അന്യഗ്രഹജീവികൾ മുൻപും ഭൂമിയിലെത്തിയിട്ടുണ്ട്, ഇന്നും നമ്മുടെ ഗ്രഹത്തിൽ നിലനിൽക്കുന്നു. ഇക്കാര്യം 100% ഉറപ്പാണെന്നും ഗാരി നോളൻ പറയുന്നു. US-ലെ മാൻഹട്ടനിൽ നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. മനുഷ്യരാശി ഈ ജീവിവർഗങ്ങളുമായി അവയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാതെ മുൻപ് ഇടപെട്ടിട്ടുണ്ടാകാമെന്നും നോളൻ പറയുന്നു. മനുഷ്യരുടെ വേഷം ധരിച്ച് നമുക്കിടയിൽ ഇടകലരുന്നതിനു പകരം ഈ ജീവിരൂപങ്ങൾ അവരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നും അദ്ദേഹം പറയുന്നു. മനുഷ്യ സമൂഹത്തിന് അന്യഗ്രഹജീവികൾ ഭീഷണിയാകുമെന്ന് താൻ ഭയപ്പെടുന്നില്ലെന്നും പ്രൊഫസർ ചൂണ്ടിക്കാട്ടി. ഭൂമിയിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും അന്യഗ്രഹ സാങ്കേതിക വിദ്യയിൽ നിന്ന് മനുഷ്യർക്ക് എങ്ങനെ പ്രയോജനമുണ്ടാക്കാമെന്ന് കണ്ടെത്തുന്നതിലാണ് തൻ്റെ ശ്രദ്ധയെന്ന് ഊന്നിപ്പറഞ്ഞ അദ്ദേഹം അന്യഗ്രഹ ആക്രമണങ്ങളെ സംബന്ധിച്ച സങ്കല്പത്തെ തള്ളിക്കളഞ്ഞു. ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട തൻ്റെ അറിവ് ഉപയോഗിച്ച് നിഗൂഢമായ ആകാശ പ്രതിഭാസങ്ങളുമായുള്ള സമ്പർക്കം മൂലമുണ്ടാകുന്ന ആരോഗ്യപരമായ വെല്ലുവിളികളെക്കുറിച്ച് CIA-യുമായി ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടി. ഇത്തരം അവസ്ഥയിൽ രോഗികൾ കാണിക്കുന്ന ലക്ഷണങ്ങളും ഹവാന സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗവും തമ്മിലുള്ള ശ്രദ്ധേയമായ സമാനതകൾ അദ്ദേഹം എടുത്തുകാട്ടി. 2016 ക്യൂബയിൽ തിരിച്ചറിയുകയും വിദേശത്ത് നിലയുറപ്പിച്ച നിരവധി US ഉദ്യോഗസ്ഥരെയും സൈനികരെയും ബാധിക്കുകയും ചെയ്തു. കൂടാതെ UFOകൾ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വസ്തുക്കളുടെ പരിശോധന ഉൾപ്പെടുന്ന CIA ഗവേഷണ പദ്ധതികളിൽ താൻ പങ്കാളിയാണെന്ന് നോളൻ അവകാശപ്പെടുന്നു. റിവേഴ്സ് എഞ്ചിനീയറിംഗ്, UFO സാങ്കേതികവിദ്യ ലക്ഷ്യമിട്ടുള്ള രഹസ്യ പ്രോഗ്രാമുകളിൽ ജോലി ചെയ്തവരുമായോ ഇപ്പോൾ പ്രവർത്തിക്കുന്നവരുമായോ ബന്ധം പുലർത്തിയിരുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി. അമേരിക്ക മുൻവർഷം പാസാക്കിയ നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ടിൻ്റെ 30 പേജുകളിൽ പറയുന്നത് UFOകൾക്കായി പ്രത്യേക കാര്യാലയം തുടങ്ങണമെന്നാണെന്നും നോളൻ വ്യക്തമാക്കി. നിലവിൽ ഇതിനായുള്ള ഓഫീസിൽ 25 ജീവനക്കാരുണ്ട്. അസാധാരണ നീക്കങ്ങൾ ശ്രദ്ധിച്ചു രേഖപ്പെടുത്തുക എന്നതാണ് ഇവരുടെ ജോലി. കൂടാതെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനവുമുണ്ട്. ഇത്തരത്തിൽ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ തന്നെയാണ് അന്യഗ്രഹജീവികൾ ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.